നമുക്കപ്പോ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് കൊതുകില്ലാത്തൊരു സ്ഥലത്ത് പോവാം. കൊതുക് കുറച്ച് ഓവറാ. കണ്ട സമയ ഇനി എനിക്ക് കാറിന്റെ പുറത്തിറങ്ങാം. ഫ്രീഡം കമോൺ. വാട്ട്സ് അപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഈ പാതിരാത്രി വെളുപ്പിനെ 4:30 ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒടുക്കത്തെ കൊതുക് കാരണം ഞാൻ മുമ്പിൽ കിടന്ന് നോക്കി, പുറകിൽ കിടന്ന് നോക്കി, കീന്നും പറഞ്ഞ് ചെവി കിടന്ന് ഊതിയും കടിച്ചും എൻ്റെ ഉറക്കം കളഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ വ്ളോഗിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഡ്രൈവിലാക്കണം എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് എനിക്ക് വലുതായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കിടന്ന് കറങ്ങുന്നുണ്ടോ ഇതിനകത്ത്. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും കിടന്ന് കുറച്ച് കൊതുകിനേക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ ഈ തമിഴ്നാട്ടിലുള്ള ഫുൾ കൊതുകും എൻ്റെ കാറിനകത്ത് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തായാലും എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല നേരവേ. ഞാൻ ഇപ്പോഴും ആ ടോൾ പോയിന്റിൽ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് കൊതുക് കടിച്ച് പനി മാറി മലേറിയ അപ്പൊ എന്തായാലും ഇവിടുന്ന് മാറി വേറെ എവിടെയെങ്കിലും ഇപ്പൊ എന്തായാലും 4:30 ആയില്ലേ, കുറച്ച് അങ്ങോട്ട് ഓടിക്കുമ്പോ തന്നെ വെളിച്ചമാകും. വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊതുകില്ലാതെ പോയി കിടന്നുറങ്ങാം. ഇവിടെ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഉറക്കം ഫുള്ളും കറക്റ്റ് ആയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. ചിലപ്പോൾ 1-2 മണിക്കൂർ ഉറങ്ങിക്കാണും ഞാൻ. അത്രേ ഉള്ളൂ. 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട് കൊതുകടി ആണെങ്കിൽ. നമുക്കപ്പോൾ ഇവിടുന്ന് മൂവ് ചെയ്തിട്ട് കൊതുകില്ലാത്തൊരു സ്ഥലത്ത് പോവാം. ഓക്കെ, സെറ്റിൽഡ്. ഇവിടുന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇതാണ് 24 hours ഇൻ കാർ ചാലഞ്ചിന്റെ മെയിൻ കുഴപ്പം. കൊതുക് തിരി എങ്ങനെ കത്തിക്കുമെന്ന് അറിയത്തില്ല. ആൾക്കാരൊക്കെ വിചാരിക്കും ഞാൻ അതിനെ മുഖത്ത് ലൈറ്റ് അടിച്ച് വെച്ചിരിക്കുന്നത്. കൊതുക് കുറച്ച് ഓവറാ. കണ്ട എനിക്ക് തോന്നുന്നു കുറച്ചു നേരം വിൻഡോ ഒക്കെ തുറന്നിടാം. ഈ ചെക്ക് പോയിന്റ് അറിയത്തില്ല, ആദ്യം ക്രോസ് ചെയ്തിട്ട്. എന്തായാലും വിൻഡോ എല്ലാം തുറന്നിടുക. എല്ലാ കൊതുക് ഇറങ്ങി പോട്ടെ. ഞാൻ വേറൊരു സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൊതുകില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കിടന്നുറങ്ങാം. ഈ സീറ്റ് ചില സമയത്ത് പുറകിലോട്ട് പോകത്തില്ല. ഇപ്പോൾ പോകുന്നുണ്ട്, ചില സമയത്ത് പോകത്തില്ല. എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ. പിന്നെ കാണാൻ ഉറങ്ങിയിട്ട് എപ്പോൾ എഴുന്നേക്കൊന്നും എനിക്കറിയത്തില്ല. ചാലഞ്ച് കംപ്ലീറ്റ് ആകാൻ ഇനിയും 6 മണിയായി. എന്ന് വെച്ചാൽ 7, 8, 9, 10, 11, 12. ഇനി 6 മണിക്കൂർ. 6. ഗുഡ് മോർണിംഗ് ബോയ്സ്. 6 മണിക്കല്ലേ കിടക്കാൻ നോക്കിയത്. ഇപ്പോൾ 8 മണി ആകുന്നു. 7:54. 8 മണി പോലും ആയിട്ടില്ല. എന്നാലും രാവിലെ ഇതൊന്നും മാറി കൊടുക്കണം. ഈ ലോറിക്കാരെന്തായിരിക്കും. പല്ല് തേക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഈ റോഡിൻ്റെ സൈഡിൽ ബുദ്ധിമുട്ടായിരിക്കും. മുഖം കഴിയേക്കാൻ. ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. തമിഴ്നാടാണെന്ന് മാത്രം എനിക്കറിയാം. വേറെ എവിടെയെങ്കിലും നല്ല സ്ഥലം നിൽക്കാനുണ്ടെങ്കിൽ അവിടെ നിൽക്കാം. അല്ലെങ്കിൽ ഫുഡ് വല്ല എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അവിടെ പോയി മേടിക്കാം. അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുക. എന്തായാലും ഇവിടുന്ന് മാറാം. വരല്ലേ. ഏതോ തമിഴ്നാട്ടിലെ ഉൾഗ്രാമത്തൂടെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇവിടെ കിട്ടിയില്ല. ഇവർ എവിടെ കിട്ടുകയാണ്? വഴിയുടെ സൈഡിൽ ഒരു കട എവിടെയെങ്കിലും കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ സ്വിഗ്ഗി തപ്പേണ്ടി വരും. പക്ഷെ 8 മണി ആയുള്ളൂ. ഏതെങ്കിലും വഴിയുടെ പറ്റയ്ക്ക് കാറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങനെ ഫുഡ് മേടിക്കുക. ഞാനേതോ മലയുടെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. ഞാൻ നോക്കുമായിരുന്നു എവിടെയെങ്കിലും കഴിക്കാനുള്ള സ്ഥലം കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ സൗണ്ട് പോയി. എന്ന് വെച്ചാൽ കാറിൽ നിന്ന് ഇറങ്ങാതെ കഴിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ സ്വിഗ്ഗി വർക്ക് ഇതിലും നോക്കേണ്ടി വരും. പക്ഷേ ഈ ഹൈവേയുടെ ഈ മലയുടെ സൈഡിൽ സ്വിഗ്ഗി വർക്ക് ചെയ്യുമെന്ന് ഡൗട്ടാണ്. എത്ര സമയമായി? 9 മണിയായി. 10-11. 3 മണിക്കൂറേ ഉള്ളൂ. എനിക്ക് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഉറങ്ങി തീർക്കാനുള്ളതേ ഉള്ളൂ. എനിക്ക് ഉറക്കമുണ്ട്. ഉറങ്ങട്ടെ. നമുക്ക് എന്തൊരു നോക്കാം. ഇപ്പോൾ നേരത്തെ കാട്ടി കുറച്ച് മെച്ചം ഫീൽ ആകുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. 11 മണിയായി. തമിഴ്നാട്ടിൽ എന്തായാലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാലും കഴിക്കുക. സ്വിഗ്ഗി ഇവിടെ കിട്ടത്തില്ലെന്ന്. സ്വിഗ്ഗി കിട്ടുന്നുണ്ട്, പക്ഷെ 15 കിലോമീറ്റർ ദൂരെ. 60 മിനിറ്റൊക്കെ എടുക്കും കിട്ടാൻ. 60 മിനിറ്റ് എടുത്ത് ഓർഡർ കിട്ടാനാണെങ്കിൽ പിന്നെ വേണ്ടോ. ഇതാണ്ട് 55 മിനിറ്റും കൂടി. 55 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. കുറച്ച് വിശന്നാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുഴപ്പമില്ല. 55 മിനിറ്റ് കൂടി നമുക്ക് എവിടെ ഇട്ട് ഈ റോഡ് ഇവിടെ ഇട്ട് നീണ്ടു കിടക്കുമല്ലേ. പുറത്തോട്ട് വല്ലതും കാണുന്നുണ്ടോ നിങ്ങൾ? കുറേ തെങ്ങുണ്ട്. ഇനി വെറും 50 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ. 24 മണിക്കൂർ ചാലഞ്ച് ഞാൻ 50 മിനിറ്റിൽ കംപ്ലീറ്റ്
കാർ. ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ 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 വളരെയേറെ. ഞാൻ ഇത്രയും ചത്തിയ തുടങ്ങിയിട്ടില്ല ജീവിതത്തിൽ. അങ്ങനെ ഫൈനലി 24 hours തീരുകയാണ്. 11:59 ആണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട ഫേക്ക് സാധനം വെക്കാൻ നോക്കുക, ആവശ്യമില്ല എനിക്ക് വേണ്ട. അങ്ങനെ 11:59. ഇനി എനിക്ക് ഫൈനലി കാറിൽ നിന്ന് പുറത്തിറങ്ങാം. പക്ഷെ ഈ സ്ഥലത്ത് കണ്ണി കണ്ട ലോക്കൽ ആൾക്കാർ ചാത്തസാധനം എൻ്റെ കയ്യിൽ വിൽക്കാൻ നോക്കുന്നതല്ല. ഇവിടെ വേറൊന്നും ഇല്ലല്ലോ. പക്ഷെ സമയ ഇനി എനിക്ക് കാറിന്റെ പുറത്തിറങ്ങാം. ഒരു വെള്ളം മേടിക്കട്ടെ. വെള്ളം തീർന്നിട്ട് എത്ര നേരമാണെന്നറിയാം. Freedom! Oh, freedom! Freedom! Come on! Yes! എവിടെയോ തമിഴ്നാട്ടിലാണ് ഞാൻ. ഗ്യാസ് ഉണ്ടല്ലേ? വെള്ളത്തിന്റെ കുപ്പി ഇവിടുന്ന് തന്നെ മേടിക്കുക. ले इसलिए रहा क्योंकि मुझे पता है कि शायद फर्स्ट कॉपी होगा, हो सकता है फर्स्ट कॉपी हो. रिस्क क्यों ले रहा है? चेक क्यों कर रहा है? सीरियल नंबर डाल के चेक करेगा क्यों? मतलब मैं एप्पल स्टोर से खरीद लूंगा ना, जहाँ सेफ है मेरे लिए. सर कितना रेट निकल आएगा? एटलीस्ट चैन तो मिलेगा. घर जाके मैं फालतू में 4,000 3,000 वेस्ट करने से अच्छा मैं अच्छे से मतलब 24,000 जाके दे के आ जाऊँ. समझ रहे हो ना? मतलब मैं गलत बंदा हूँ. कोई और मिल जाए वो शायद खरीद लेगा. चॉइस रेट बोलो. अरे चॉइस रेट की बात मुझे नहीं चाहिए. मैं नहीं बता रहा, आप ही बताओ. अरे पहली बात तो मेरे पास वो ईयरपोर्ट्स है. एप्पल वॉच अल्ट्रा मुझे इतना मतलब पसंद है नहीं, इसलिए नहीं मेरा. गिफ्ट करने को बोल रहा हूँ मैं, तो गिफ्ट कर देना. नहीं गिफ्ट नहीं चाहिए भैया. मैं बोल रहा हूँ आप कोई और बंदा ढूंढना सही है. തമിഴ്നാട്ടിൽ ഏതോ ഒരു ഗ്രാമത്തിൽ എനിക്ക് സാധനം വിൽക്കാൻ നോക്കിയതാ മോനെ. എന്നാലും ഫേസ് ബ്ലർ ചെയ്തേക്കും. ഫേസ് ഞാൻ ബ്ലർ ചെയ്തേക്കാം. ഞാൻ കാണിക്കാത്ത അതിന് കുഴപ്പമില്ല. എവിടെയെങ്കിലും ഒരു റൂം ബുക്ക് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആകാൻ പറ്റും. എന്തായാലും സോളോ റോഡ് ട്രിപ്പിൽ ഇറങ്ങിയാലേ നമ്മൾ കുറച്ചുകൂടി റോഡ് ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. നമുക്കിങ്ങനെ ഫേക്ക് ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ സെല് ചെയ്ത എക്സ്പീരിയൻസ് നമ്മൾ വീട്ടിൽ ഇരുന്നോ കിട്ടുമോ? ഇല്ല. ഓടിച്ചോടിച്ച് ഞാൻ എവിടെ തിന്നറിയത്തില്ല. ഇവിടെ ഒരു വലിയൊരു പാർക്ക് കണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാൻ ഉദ്ദേശിച്ച, പക്ഷേ ഹൈവേയിലൊക്കെ ഒരു നല്ല കടയിലടേ പാർക്കിലോട്ട് എന്തിനാണെന്ന് അറിയത്തില്ല. ഇതെന്ത് ഇവിടെ കാർ പാർക്കിന് ഫീ ഉണ്ട്. പാർക്ക് കണ്ട ഒരുത്തൻ പാർക്കിനകത്തോട്ട് പോകാൻ വേണ്ടി ആ കൗണ്ടറിൽ നിന്ന് പൈസ മേടിക്കാൻ ഒരുത്തനോട് ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ പാർക്കിലോട്ട് വരാൻ വേണ്ടിയില്ല, ആ ഭാഗത്തായിട്ടൊരു ഹൗസ് ബോട്ടല്ല, ഈ ബോട്ടിംഗ് സംഭവം കണ്ട്. ഇതൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഞാൻ നിർത്തിയത്. കുറെ നേരോട് ഒന്നും ഇല്ലായിരുന്നു ഈ ഹൈവേയുടെ സൈഡിൽ, അതുകൊണ്ട് നിർത്തിയെന്ന് തോന്നുന്നത്. തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും സൈഡിലോട്ട് നോക്കുമ്പോൾ മലയാണല്ലേ. ഞാൻ അങ്ങനെ പാർക്കിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഫാമിലി ഓറിയന്റഡ് ഒരു പാർക്കിൽ കയറാൻ മെയിൻ റീസൺ അവിടെ കണ്ട് മൂത്രപ്പുരയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ കയറിയത്. പിന്നെ ബോട്ടിങ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയിട്ട് വരാം. അതെ ഇവിടെ ഒരു മലയുണ്ടല്ലോ മുമ്പിലായിട്ട്, അവിടെ ഉണ്ടായിരുന്നു പുറകിൽ. ഫുഡ് തപ്പി ഇറങ്ങി ഞാനാ. ഫുഡും കഴിച്ചിട്ടില്ല. ഏതോ ഒരു തമിഴ്നാട്ട് പാർക്കിൽ തീരപ്പാറ് നടക്കുന്നു. ആൾക്കാരൊക്കെ ചേട്ടനൊക്കെ എവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഫുഡ് പല്ല് തേച്ചിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചത്. ഇനി വല്ല സ്നാക്സിന്റെ കൗണ്ടർ കിട്ടിയാൽ എന്തെങ്കിലും കഴിക്കായിരുന്നു. വിശക്കുന്നതിന് 3 മണിയായി. ഇവിടെ ഈ ലേക്കായിരുന്നു ഞാൻ കണ്ടത്. ഇവിടെ കണ്ടൊരു ബോട്ടിങ് നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ നിന്നത്. അവിടെ പോയിട്ട് ക്യൂ നിൽക്കണം. വെള്ളത്തിൽ പോയിട്ട് ഞാൻ കിടന്ന് ചവിട്ടണോ? കുഴപ്പമില്ല, അല്ലേ? വലിയ വെയിലില്ലാത്തണല്ലേ. എല്ലാം ഫുഡും കൂടി കാണുമെന്നും പറഞ്ഞൊരു ചവിട്ടിയതാ ഇവിടെ. പക്ഷേ ഫുഡും ഇല്ല, ഒരു കോപ്പും ഇല്ല. എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് മുമ്പിലായിട്ടൊരു അപ്പൂപ്പൻ എന്തോ വിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താ നോക്കിയിട്ട് വരാം. അതെന്തുവാണ്? എനിക്ക് പോയി അവിടെ ആൾക്കാരുടെ കൂട്ടം. ഫുഡ് കിട്ടും അവിടെ. എനിക്ക് പോയി സംതൃപ്തി. ഇതെന്ത് ഫുഡൊക്കെയാണ് ഇവിടെ? പഴയ തമിഴ് പാട്ടുമുണ്ട്. ഇവിടെ എന്ത് കഴിക്കാന്ന് മനസ്സിലായില്ല. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു തമിഴ് പാട്ടും വൈബും. ഒരു ഫ്രൈഡ് റൈസ്, ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ആയിട്ടൊരു സ്ഥലവും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടി. പാമ്പിന്റെ ഓളം വല്ലതും കാണുമോ? ഓട്ടം വല്ലതും കാണുമോ? അല്ലേ 60 രൂപയ്ക്ക് നല്ല 60 രൂപയ്ക്ക് ഇത്രയൊക്കെ ധാരാളം. അങ്ങനെ ഫൈനലി എന്തെങ്കിലും ഒരു ആഹാരം ഞാൻ കഴിച്ചു. പല്ല് തേച്ചില്ല, അതൊക്കെ ഇനി ബുദ്ധിമുട്ടാണ്. ഞാൻ ജനറലി ഇങ്ങനെ മരത്തിനടിയിൽ നിന്ന് വന്നിരുന്ന ആഹാരം കഴിച്ചിട്ടില്ല. അതൊന്നും വ്യത്യാസമാണ്. ഈ ആൾക്കാർ എന്നെ തുറച്ചു നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോന്തയ്ക്ക് വല്ല ഇരിപ്പുണ്ടോന്ന് അറിയാം. അയാൾ വെള്ളം ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയണ്ടായിരുന്നു. ഇക്കിലെടുക്കുന്നു. ഇതിനെല്ലാം വേറെ ചാർജ് ആയിരിക്കും തോന്നുന്നു. പക്ഷേ പാർക്കിൽ കയറുന്നതിന് മാത്രം 10 രൂപയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. വണ്ടിയിൽ ഇറങ്ങി എനിക്ക് തീരുമാനമായതാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച്, ഒരു റൂം കണ്ടുപിടിച്ച്, ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങണം. എനിക്ക് ഈ പാർക്കിൽ നമ്മൾ വിട പറയുകയാണ്. ഈ സ്ഥലമൊന്നുമില്ല അറിയത്തില്ല. നേരത്തെ വല്ല ഐഡിയ എങ്കിലും ഉണ്ടായിരുന്നു ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഗോവയെന്നെങ്കിലും പറയുന്നുണ്ടായിരുന്നു. ഇപ്പം എങ്ങോട്ടാണ് പോകുന്ന പോലെ എനിക്കറിയത്തില്ല. ടാസ്ക് ചെയ്ത് തമിഴ്നാട്ടിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഇരിക്കുക. ക്യാമറയൊക്കെ ഇളകി പോവില്ല. എന്ത് റോഡ് ഇത്! എവിടെയെങ്കിലും കിടന്നിറങ്ങാൻ റൂം ഹോട്ടൽ തപ്പിയപ്പോൾ ദൈവമേ, ഞാൻ വന്ന വഴി എന്ത് കുലുക്കും ഇത്! എൻ്റെ നടുവേൻ എടുക്കുന്നത് കുലുങ്ങി. തമിഴ്നാട് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കർണാടകയിലെ ഉൾഗ്രാമം എത്തിയെന്ന് തോന്നുന്നു. വണ്ടി നിൽക്കുന്നില്ല. എന്നുവെച്ചാൽ വണ്ടി നിൽക്കാൻ
ഇവിടെ കുഴികൾ തീരുന്നില്ല, അനങ്ങിക്കൊണ്ടിരിക്കുകയാ. എന്റെ നടുവേന എടുക്കുന്നു. ഇത് കണ്ടാ കുലുങ്ങുന്നത് കണ്ടാ. എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടിയിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയാൽ മതി. ഒരു ദിവസത്തേക്ക് കണ്ടിന്യൂസ് ഉറങ്ങട്ടെ. ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. രാത്രി ആകാറായി. രാത്രി ആകുമ്പോൾ ഇതിന് ലൈറ്റൊന്നും വലുതായിട്ടില്ല. അപ്പോൾ രാത്രി താല്പര്യം. അതിന് മുമ്പ് എനിക്ക് റൂം കണ്ടുപിടിക്കണം. നടുവേന എടുക്കുന്ന എനിക്ക് അത്രയ്ക്ക് കുലുക്കമുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടൊന്ന് ഏരിയായത് 1/4 മണിക്കൂറായിട്ട് 1 മണിക്കൂറും കണ്ടായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു കുഴിയിലായിരുന്നു. ഞാൻ കിടന്നുറങ്ങട്ടെ. അങ്ങനെ റൂമൊക്കെ കിട്ടി. ഇനി ഇവിടെ കിടന്നുറങ്ങുക മാത്രമേ എൻ്റെ ചിന്തയിലുള്ളൂ. എപ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉറക്കം വന്നിട്ട് വില. ആ ഗുളിക എൻ്റെ കയ്യിലുണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കുക. ഗുളിക എവിടെ? 2 ദിവസമായിട്ട് ഉറക്കം എനിക്ക് നേരെ കിട്ടിയിട്ടില്ല. ഉറക്കം മാത്രം മതി എനിക്ക്. അപ്പോൾ പിന്നെ കാണാം.